സാബിത്ത് ഒരു ക്ലാസ് എടുക്കുന്നേ, സക്കീനയുടെ വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്ക്. നിങ്ങൾ ദൈവം സർവ്വവ്യാപിയല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവം സർവ്വവ്യാപിയാണ്. അതെ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ൂണിലും തുരുമ്പിലും തുരുമ്പ് പിടിച്ചും ഈ അച്ഛനുണ്ടാവും. അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ദൈവം സർവ്വവ്യാപി ആണ് എന്നുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ആ പെട്ടി ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ട്. ഷക്കീന പെട്ടിയാണോ നിങ്ങളുടെ വാദപ്രകാരം? പെട്ടിയാണോ? പെട്ടി എന്ന് പറയുന്നത് താബൂത്ത് അല്ലെങ്കിൽ നിയമ പെട്ടകം എന്ന് തന്നെ. പെങ്ങളെ ജംഗ്ഷനിൽ നിന്ന് വാങ്ങിയതാ, ഇത് കൊണ്ടുപോയി കുടംപുളിയിട്ട് വെക്കാം. കുടംപുളിയിട്ട് വെക്കാൻ പെട്ടിയല്ല നല്ലത്, ചട്ടിയാ. ഓക്കെ, ആ പെട്ടകത്തിന്റെ അകത്താണ് ഈ ഷക്കീന ഉള്ളത്. ആ അർത്ഥത്തില് ദൈവം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ, ശരിയല്ലേ? വേണ്ട, ഈ റൂമിൽ ഒളിക്കാം. ഇൻസൈഡ് എന്നുള്ള അർത്ഥമല്ല, ആ പെട്ടിയില് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നു എന്നുള്ള അർത്ഥത്തില്. ഈ പെട്ടിക്കകത്ത് എസൻസ് പരമായിട്ട് ദൈവ സാന്നിധ്യം ഉണ്ടെന്നല്ലേ ഇപ്പൊ പറയണേ? അങ്ങനല്ലേ പറയണേ? ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം ഞങ്ങൾ അതിനൊരു കൊടുക്കുന്നുണ്ട്, അതായത് ഒരർത്ഥമാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല ബേസിക്കലി നമ്മളൊരു കാര്യം പഠിക്കാം. നമ്മളൊരു കാര്യം പറയുമ്പോൾ യുക്തി കൂടെ വേണ്ട. യുക്തിയിലേക്കൊക്കെ പോക്കാം. അതിവനില്ല. സാന്നിധ്യത്തിനാണ് പ്രത്യേകത എങ്കിൽ ആ പെട്ടിയുടേതായ മറ്റൊരു പെട്ടി വെച്ചാലും ഈ സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് പ്രത്യേകമായിട്ട് ആ പെട്ടിക്ക് പ്രത്യേകത വരിക. അതാണ് എന്റെ ചോദ്യം. എസൻസ് ഈ പെട്ടിക്കകത്ത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഇപ്പൊ പറയണത്? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയാണത് പ്രത്യേകമായത് പെട്ടി അല്ലേ? അതെ. അതായത് ബൈബിള് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കണം സംസാരം. ഓക്കെ ആണോ? ജസ്റ്റ് പറയും. ഞാൻ ഉത്തരം പറയുമ്പോൾ പ്രാഥമികമായിട്ട് ബൈബിളിൽ നിന്ന് പറയാം. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മാത്രമേ ഞാൻ ഖുറാനിലേക്ക് പോകത്തുള്ളൂ. നടപടിയില്ല. തനിക്ക് തന്റെ വിശ്വാസം മര്യാദക്ക് പറഞ്ഞു തരാനുള്ള നാവിന് ബലമില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ പറഞ്ഞ കാര്യമുണ്ടോ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇവിടെ ഖുർആൻ എടുക്കാതെ തിരിയൂലെന്നായി അങ്ങനെ പറ്റി പറഞ്ഞു വെച്ചത്. നിങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബൈബിളിനെ ഞങ്ങൾക്ക് കൺവിൻസ് ആക്കാൻ പറ്റില്ലെന്നായി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കുഴപ്പമില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം മറ്റു മതങ്ങളെ ചാരാതെ സ്വന്തമായിട്ട് പറഞ്ഞു തരാൻ കേൾപ്പില്ലേ? അതാണ് ഫിഗ് ചോദിച്ചത്. അത് ഗട്സ് ഇല്ല. സ്വന്തം വിശ്വാസം ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. പറഞ്ഞല്ലോ, എനിക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഫിഗ് ചോദിക്കുന്ന അല്ലെങ്കിൽ സാബിത്തൊക്കെ ചോദിക്കുന്ന വിഷയത്തിന് ബൈബിളിൽ നിന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഖുർആൻ എടുക്കും അല്ലെങ്കിൽ പരിഭാഷ എടുക്കും. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട്. എന്നോട് ബൈബിളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ബൈബിളിൽ നിന്ന് ഉത്തരം പറയും. ആ ബൈബിളിൽ നിന്ന് ഉത്തരം പറയാൻ എനിക്ക് ഖുറാന്റെ ആവശ്യം ഇല്ല. ആ വിഷയം, ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെയല്ല എന്ന് സ്ഥാപി പറഞ്ഞ് എന്നോട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി വന്നാൽ മാത്രമേ ഞാൻ ഖുറാൻ എടുക്കത്തുള്ളൂ. ഇനി നിനക്ക് നാണമുണ്ടോ? ഇരിക്കുന്നത് നിങ്ങളുടെ റൂമിൽ ഞങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 പേരെ കൂടുതൽ കിട്ടും. അപ്പൊ നിങ്ങൾ അവരെയും കൂടെ, ഈ ഓഡിയൻസിനെ കൂടെ റെസ്പെക്ട് ചെയ്യണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ബൈബിളിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ അപ്പുറം റൂം ഇട്ടോ. താങ്ക് യു. ഇനി അപ്പുറത്തെ റൂം ഇട്ടോ. ബൈബിൾ പറയാൻ പറ്റിയില്ല, വിശദീകരിക്കാൻ പറ്റില്ല. ഖുർആൻ ഞങ്ങൾക്ക് നുണ പറയാൻ പറ്റാത്തതുകൊണ്ട് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. അല്ലടാ